അല്ല കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മങ്കട കറി വെച്ചാലോ? മങ്കട കഴിച്ചാൽ സങ്കടം മാറുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ശരിയാണോ? മങ്കട കണ്ടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ മേൽവശം താഴത്തെ മുരിപ്പ് കണ്ടിച്ചിട്ട് ചെകളയും വലിച്ച് കളഞ്ഞിട്ട് താഴോട്ട് തൊലി ഉരിഞ്ഞെടുത്താൽ മതിയല്ലോ. അത് ഇവിടെ ഒരാൾ വന്ന് കാവലിരിക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ പൂച്ച. അതിന് വെച്ചിട്ട് തല കൊടുത്ത് തൊലി ഉരിഞ്ഞെടുക്കുന്ന ഒരു പാടേ ഉള്ളൂ, അല്ലാതെ എളുപ്പമാണ്. വെട്ടി കഴിയാറായിട്ടുണ്ട്, നമുക്ക് കഴുകിയെടുക്കാം. ഒരു 8-9 വെള്ളത്തിൽ കഴിയാൻ നന്നായിട്ട് ചോരമയൊക്കെ അങ്ങ് പോവും. നല്ലതായിട്ട് ഉറച്ച് കഴുകിയെടുക്കാം. പീസാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് നിറം മാറി വരുമ്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞതിട്ട് അതിനുശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 3 സ്പൂൺ മുളക് പൊടി, 1-2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂക്കണേ. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഓരോരോ എരിക്കനുസരിച്ച് ഞാൻ ഒരു പച്ചമുളക് ചേർത്തേക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ തോട്ടുപുളി എടുത്തേക്കുന്നത്, ആവശ്യത്തിന് പുളി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഴുകിയെടുത്ത പുളി അത് ചേർത്തും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തേങ്ങയ്ക്കകത്ത് വേറെ ഒന്നും ചേർത്ത് അരച്ചിട്ടില്ല, പ്ലെയിൻ തേങ്ങ അരച്ചത് അതിനകത്തോട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീൻ കഴുകി വെച്ചിരുന്ന അതിനകത്തോട്ട് ചേർക്കാം. മീൻ കഴുകി വെച്ചിരുന്ന ചേർത്തിട്ട് കരിയാപ്പില ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പറ്റണം കറി. അപ്പോൾ കറി തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് ചോറിനകത്തോട്ട് ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കിയാലോ. ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ് കേട്ടോ. അമ്മിമോക്ക് കഴിക്കാൻ കൊടുത്തു നോക്കാം, എന്താ പറയുന്നത് നോക്കട്ടെ. അടിപൊളിയാന്നൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.